ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതായാലും വരച്ച് തുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫോട്ടോ ഇവിടെ നോക്കിയിട്ട് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ തന്നെ വരയ്ക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എന്തുമാകാം, അത് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. അപ്പോൾ അതിനോട് ഞാനൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പെൻസിലാണ് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കേണ്ട. നമ്മൾ ആദ്യം വരച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം റഫായിട്ടുള്ള പേപ്പർ എടുത്താലും മതി കേട്ടോ. നിങ്ങൾ നല്ല പേപ്പറൊന്നും വരച്ച് തുടങ്ങണമെന്നില്ല. ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പേപ്പറോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ പെൻസിലും എടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരച്ച് തുടങ്ങുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വേണം വരച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് വരച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ വരയ്ക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വരച്ച് തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പമുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വരച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾ തുടക്കത്തിലൊന്നും ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഇപ്പോൾ റഫായിട്ട് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഇട്ടുള്ള ഡ്രോയിങ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തുടക്കത്തിലേക്ക് ആകുമ്പം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ഒക്കെ നമുക്ക് ചെയ്ത് തുടങ്ങിയാൽ മതിയാകും. ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അതായത് ഈ ഒരു ഫോട്ടോ നോക്കി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ വരയ്ക്കുക. ഇല്ലെങ്കിൽ ഇതിൽ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്, അതായത് ഇതിന് സിമ്പിളായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് അയച്ചു തരിക കേട്ടോ. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. അപ്പോൾ ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരികയും കൂടെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അതിൽ ലൈറ്റിങ് അല്ലെങ്കിൽ അതിൽ ഷാഡോസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഫോട്ടോ കിട്ടുന്ന സമയത്ത് നമ്മളതാണ് ആദ്യം നോക്കേണ്ടത്. നമുക്ക് വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആ ഫോട്ടോ ഫുള്ളായിട്ടൊന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് മാത്രം വരയ്ക്കാനിരിക്കുക. അപ്പോൾ എത്ര സിമ്പിളായിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടാവും. അപ്പം അത് നമുക്ക് അതുപോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം വരച്ച് തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലൊന്നും വരയ്ക്കാതിരിക്കേണ്ട. അപ്പോൾ ഓരോവിടെയൊക്കെ ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ വരച്ച് പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് വരച്ച് വരുന്നതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇരിക്കുന്ന കമ്പും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള അതിൻ്റെ അകത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ ഒന്ന് ഷെയ്ഡ് ചേർക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു കഴിവ് പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളിപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അതേപോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയില്ല, ആദ്യം നമ്മൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾ ചെയ്താൽ മതി. തെറ്റുവാണെങ്കിൽ തെറ്റിക്കോട്ടെ, ഞാനത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ രീതിയിൽ കണ്ടിട്ട് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ മാത്രം കണ്ട് വരച്ച് നിർത്താണ്ട്, അതായത് ഈ ഒരു ഫോട്ടോ വരച്ച് നിർത്താണ്ട് വേറെയും ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ വിവിധ തരത്തിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സെലക്ട് ചെയ്ത് വരയ്ക്കുക. ഇതിലും സിമ്പിളായിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതിലും സിമ്പിളായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും പോരാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിലുള്ള ഡ്രോയിങ് ചെയ്യുക. അതായത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഡ്രോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ രീതിയിലാണെങ്കിൽ വരയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ചെയ്യുക. ഇല്ലെങ്കിൽ മരങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ വീടുകൾ വരയ്ക്കുക, സീനറീസ് വരയ്ക്കുക, അങ്ങനെയുള്ള ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കുക. അതായത് ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക. ഒരു ദിവസം നിങ്ങൾ വെറുതെ കളയില്ല. ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം വരയ്ക്കണം, തീർച്ചയായും നിങ്ങൾ വരയ്ക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഫേസ് വരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, മനുഷ്യന്മാരുടെ ഫോട്ടോസൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പം അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഒരുപാട് നമുക്ക് അതായത് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് വീഡിയോസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് കുറച്ച് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സെക്കൻഡ് എപ്പിസോഡായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിന് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഞാൻ അടുത്തൊരു എപ്പിസോഡ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഇന്നും സിനിമ നടന്മാരൊക്കെ ഫോട്ടോ വരച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഇപ്പം അവധിക്കാലം കൂടെയൊക്കെ ആകുമ്പം
ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടും നോക്കാൻ സാധ്യതയുണ്ട് യൂട്യൂബിലേക്ക്. അങ്ങനെ ചെയ്തതാണ്. അപ്പം ഈ 2 ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് നോക്കുക കേട്ടോ.